എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ ഒരു കർക്കിടകം കൂടി വന്നെത്തിയിട്ടുണ്ട്. നമ്മൾ കർക്കിടക മാസം ദുർഘടം പിടിച്ച മാസം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണവന്മാരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ അതൊരു വലിയ ദുർഘടം പിടിച്ച മാസം തന്നെയാണ്. ഈ മഴയും കാലാവസ്ഥയുടെ കുറേ വ്യതിയാനമൊക്കെ ആകുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാവർക്കും ഒരു ചെറിയൊരു വിഷമം വരുന്നൊരു മാസം കൂടിയാണ് കർക്കിടക മാസം. നമുക്ക് പക്ഷേ ഭയങ്കര സന്തോഷമുള്ളൊരു മാസമാണ് കേട്ടോ ഈ കർക്കിടക മാസം. കാരണം വിഷ്ണുമായിക്ക് ഞങ്ങൾ സേവ എടുക്കുന്നത് ഈ കർക്കിടകം 21 ഭഗവാനിലേക്ക് കൂടുതലായിട്ട് എടുക്കാനും ഭഗവാനുടെ കൂടെ ഇരിക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ ജപം വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നതും ഈ മാസം തന്നെയാണ്, ഈ 21 തന്നെയാണ്. പുലർച്ചെ ഭഗവാന്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് തന്നെ കിടക്കലും ഉറക്കവും ഭക്ഷണവും ഒക്കെ ഭഗവാന്റെ അടുത്ത് തന്നെയാണ്. ഭഗവാന് വെച്ചിട്ടുള്ള നീതിയാണ് നമ്മൾ കഴിക്കുള്ളൂ. ഇവിടെ കളരിയിൽ ഇവിടെ കിടന്നുറങ്ങും ഞങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ കൂടെ 2-3 പേരും കൂടി ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ വ്രതമൊക്കെ നന്നാവും എന്ന് പറയുന്നു. പിന്നെ കർക്കിടക മാസം എന്തുകൊണ്ട് ദുർഘടം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട്. മഴയൊക്കെ ഒരുപാട് മഴ വരുന്നുണ്ട്. സോ നമുക്ക് വെള്ളത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും ഒരുപാട് രോഗാണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ കർക്കിടക മാസം. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു കയറുകയും പിന്നീട് നമുക്ക് രോഗങ്ങൾ ഓരോന്ന് വരാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ പെട്ടെന്ന് വളരെ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് തണുക്കുമല്ലോ. തണുക്കുമ്പോൾ നമുക്കത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. ഈ വാതം, പിത്തം, കഫം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാനുള്ള സമയം കൂടിയാണ് ഈ കർക്കിടക മാസം. അതേപോലെ തന്നെ ഡൈജഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ദഹിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ താപനില വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട് ഈ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ തണുക്കുമ്പോൾ. സോ ഡൈജഷൻ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കർക്കിടക ഔഷധ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക. പറ്റാവുന്ന ആൾക്കാരൊക്കെ ആയുർവേദത്തിൽ അവരുടെ ചികിത്സാ പദ്ധതിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അറിവുള്ളവരോട് ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കി ചെയ്യുക. ഏറ്റവും ഭംഗിയായിട്ട് വ്രതങ്ങൾ എടുക്കുക, വ്രതങ്ങൾ അനുഷ്ഠിക്കുക, പ്രാർത്ഥന മുന്നോട്ടേക്ക് പോവുക. അതിപ്പോൾ രാമായണ മാസം എന്നാണ് കർക്കിടക മാസത്തിനെ പറയുന്നത്. കാരണം രാമൻ ജനിച്ച മാസമാണ് ഈ കർക്കിടകം. സോ കർക്കിടക മാസം രാമായണ മാസമാണ്. നമ്മൾ തൃശ്ശൂർക്കാർ പറയും ഞങ്ങൾക്ക് നാലമ്പലം തൊഴാനുള്ള സമയമാണ് ഈ കർക്കിടക മാസം. അങ്ങനെയുണ്ട് ഒരു പ്രത്യേകത ഇവിടെ തൃശ്ശൂർ. അപ്പോൾ എല്ലാവരും അമ്പലങ്ങളിലൊക്കെ പോയി ദർശിക്കുക, പരമാവധി ജപം എടുക്കുക. ഈ ഇഷ്ടദേവന്മാരെ, അത് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാവട്ടെ, കുലദേവത ആരാവട്ടെ, ഇഷ്ടദേവത ആരാവട്ടെ, അവരുടെ ജപമെടുക്കുക, അവരുടെ മന്ത്രങ്ങൾ ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, രാമായണം പാരായണം ചെയ്യുക. ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓം എന്ന് ജപിക്കാൻ ശ്രമിക്കുക. അത് തന്നെ മതി, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും കർക്കിടകം ഭംഗിയായിട്ട് എടുക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോവാം. പ്രാർത്ഥിച്ച് എല്ലാം അനുകൂല അവസ്ഥയിലേക്ക് വരട്ടെ.